കനേഡിയൻ പ്രധാനമന്ത്രി പുതിയ ആളാണ്. ഈ മണിക്കൂറുകളിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൽ മാർക്ക് കാർണിയെ 59 വയസ്സുകാരനാണ്, അദ്ദേഹത്തെ അവിടുത്തെ ലിബറൽ പാർട്ടിയുടെ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ ലിബറൽ പാർട്ടിയുടെ നേതാവാണ് ഭരണകക്ഷി. അതിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി കനേഡിയൻ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി അധികാരമേൽക്കും. ഒരുപക്ഷെ ഇന്ത്യയുമായി ഏറെക്കാലം ഏറ്റുമുട്ടലിലായിരുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോ 9 വർഷം പ്രധാനമന്ത്രിയായ ശേഷം പിൻവാങ്ങുകയാണ്. 2015 മുതൽ തുടങ്ങിയതാണ്. ജസ്റ്റിൻ ട്രൂഡോ ആദ്യ കാലഘട്ടത്തിൽ വളരെ ജനപ്രിയനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഇന്ത്യ അടക്കം പല രാജ്യങ്ങളോട് ഏറ്റുമുട്ടി. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭരണപരാജയങ്ങളാണെന്ന് പറയുന്നു. സാമ്പത്തിക രംഗത്ത് കാനഡ പിന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ പുതിയ പ്രധാനമന്ത്രി SKN ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണറായിരുന്ന ആളാണ്. ബ്രെക്സിറ്റ് കാലത്ത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഗവർണറായിരുന്ന ആളാണ്. ഫിനാൻസ് രംഗത്ത് സാമ്പത്തിക രംഗത്ത് കഴിവ് തെളിയിച്ച ആളെന്ന നിലയിലാണ് 86% വോട്ട് നേടി തെരഞ്ഞെടുപ്പായിരുന്നു. ലിബറൽ പാർട്ടിയുടെ നേതാവായി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരമായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ജസ്റ്റിൻ ട്രൂഡോ ഏതാനും നാളുകൾക്ക് മുമ്പ് രാജി പ്രഖ്യാപിച്ചിരുന്നു. പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ളത് നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജിക്ക് കാരണമായിട്ടുള്ള ധനകാര്യമന്ത്രി ക്രിസ്റ്റി ഫിൻലാൻഡ് അവർ തോറ്റുപോയി. അവർ ജയിക്കുമെന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും വലിയ ഭൂരിപക്ഷത്തിന് എത്തിയിരിക്കുകയാണ് മാർക്ക് കാർണി. എന്ന് മാത്രമല്ല ട്രംപുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് വരവ്. കാരണം ലിബറൽസിന് ഒരു കാര്യം മനസ്സിലായി, കാനഡയുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും അമേരിക്ക വിരുദ്ധതയും ഇപ്പോൾ അവിടെ വോട്ടായി മാറും. അടുത്ത ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. കൺസർവേറ്റീവ് പാർട്ടി മുന്നിട്ട് നിൽക്കുകയായിരുന്നു. അവർ പിയറിയുടെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ഈ സംഭവത്തിലൂടെ ലിബറൽ പാർട്ടി എത്തുകയാണ്. ജസ്റ്റിൻ ട്രൂഡോ വളരെ അനഭിമതനായിരുന്നു. അദ്ദേഹത്തെ മാറി പുതിയ ആൾ വരുന്നു. കാനഡയെ പുതിയ തലങ്ങളിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ കാനഡയെ നയിച്ച കാനഡയിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാക്കിയ കനേഡിയൻ അവിടുത്തെ ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണറായിരുന്നു മാർക്ക് കാർണി. എന്തായാലും കാനഡയെ പുതിയ മാറ്റങ്ങൾക്ക് തയ്യാറാവുന്നു. ഇന്ത്യയും വളരെ സൂക്ഷിച്ചാണ് കാര്യങ്ങൾ കാണുന്നത്. കാരണം ജസ്റ്റിൻ ട്രൂഡോയായിട്ട് ഏറ്റുമുട്ടലായിരുന്നു. പുതിയ നേതാവുമായി നല്ല ബന്ധമുണ്ടാക്കാൻ ഇന്ത്യ ശ്രമിക്കും. കാരണമല്ല, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മലയാളികളടക്കം ജോലിക്കാരും കാനഡയിലുണ്ട്. കാനഡയിലേക്ക് വലിയൊരു ഇന്ത്യൻ സമൂഹമുണ്ട്. അത് സിഖുകാരുടെ സമൂഹമാണ് ഏറ്റവും ഉള്ളത്. 25 MP തന്നെയുണ്ട് മറ്റേ പഞ്ചാബിൽ നിന്നുള്ള സിഖ് പാർട്ടിക്ക്, ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിക്ക്. അതുകൊണ്ട് കാനഡയിലെ സംഭവവാസങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാനഡയിലെ പുതിയ പ്രധാനമന്ത്രി പറഞ്ഞത്, ട്രംപ് ഒരു കാര്യം ഓർത്താൽ കൊള്ളാം, ഞങ്ങളെ നിങ്ങൾ ബഹുമാനിച്ചാൽ ഞങ്ങൾ തിരിച്ചു ബഹുമാനിക്കുക, അല്ലാതെ ഞങ്ങൾ ആരും ഉപദ്രവിക്കാൻ പോവില്ല, പക്ഷേ ഞങ്ങൾ ഉപദ്രവിച്ചാൽ വെറുതെ വിടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഇറക്കുമതി ചുങ്കം ചുമത്തിയാൽ ഞങ്ങൾ തിരിച്ച് ഇറക്കുമതി ചുങ്കം ചുമത്തും. എന്ന് മാത്രമല്ല 51ാമത്തെ സംസ്ഥാനമായി, അമേരിക്കയുടെ സംസ്ഥാനമായി കാനഡയെ മാറ്റാനുള്ള ഒരു ശ്രമവും നടക്കാൻ പോകുന്നില്ല. കാനഡ അതിൻ്റെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് കാനഡയായിട്ട് തന്നെ തുടരും എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട് ട്രംപിൻ്റെ. ഇത് വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ട്രംപിനെ വെറുപ്പിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന വാദവും കാനഡയിലുണ്ട്. എന്തായാലും കാനഡയ്ക്കും മെക്സിക്കോയിലേക്കും വലിയ നികുതി ചുമത്താൻ പോവുകയാണെന്ന് ട്രംപ് കഴിഞ്ഞ മണിക്കൂറുകളിലും പറഞ്ഞു കഴിഞ്ഞു. SKN.